പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ജ്ഞാനസ്നാന സമയത്ത് യേശുവിലേക്ക് സ്വർഗം തുറന്ന പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി ഗലീലിയായിൽ നിന്ന് ജോർദാനിലേക്ക് വരുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു സ്നാപയോഹന്നാൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ സ്നാപയോഹന്നാൻ യേശുവിനെ തടയുന്നുണ്ട്. സ്നാപയോഹന്നാൻ അവിടെ വിളിച്ചു പറഞ്ഞത് അണലി സന്തതി, സർപ്പസന്തതി, പാപത്തിൻ്റെ സന്തതി, ശാപത്തിൻ്റെ സന്തതി എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. രണ്ടുടുപ്പില്ലാത്തവന് ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സ്നാപയോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി പ്രസംഗിച്ചപ്പോൾ ജനം അനുതപിച്ചുകൊണ്ട് അനുതാപത്തിലൂടെ സ്നാപയോഹന്നാൻ്റെ അടുത്തേക്ക് വരികയും സ്നാപയോഹന്നാൻ അവർക്ക് അനുതാപത്തിൻ്റെ സ്നാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാൻ പറയുന്നുണ്ട്, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ സുവിശേഷം തന്നെയാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. കാരണം എന്താണെന്നറിയാമോ? ഈ യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് വചനം പ്രസംഗിക്കുന്നത്. കാരണം യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന സമയത്ത് മറിയം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു തുള്ളിച്ചാടുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ദൈവിക ശുശ്രൂഷ ഈ പറയപ്പെട്ട യോഹന്നാൻ നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ വിളിച്ചു പറയുന്നതാണ് സർപ്പസന്തതി, അണലി സന്തതി എന്ന്. ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് ജനങ്ങൾ സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് സ്നാനം സ്വീകരിക്കാൻ വരുവാണോ? യോഹന്നാൻ തടഞ്ഞുകൊണ്ടാണ് പറയുന്നത്, യേശുവിനെ തടഞ്ഞുകൊണ്ട് പറയാണ്, കർത്താവേ, യേശുവെ, ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. അപ്പോൾ ആ നിന്നിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കേണ്ട ഞാൻ എങ്ങനെയാണ് നിനക്ക് സ്നാനം തരുന്നത്? അപ്പോൾ കർത്താവ് ശംശിക പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് സമ്മതിക്കുക. ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്നിട്ട് പറയണം, അങ്ങനെ സർവനീതിയും പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ സർവനീതിയും നമുക്ക് പൂർത്തീകരിക്കപ്പെടണം. സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്, സർവനീതിയും പൂർത്തീകരിക്കപ്പെടുക ഉചിതമാണ്. ഇത് പറഞ്ഞപ്പോഴാണ്, സർവനീതിയും പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് യോഹന്നാൻ ഇത് സമ്മതിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ സമ്മതിക്കാൻ കാരണം? എന്താണ് സർവനീതി? ഇവിടെ യേശു സർവനീതി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അധികാരത്തിന് വിധേയപ്പെടുക എന്നത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന വലിയൊരു കൃപയാണ്. അധികാരികൾക്ക് വിധേയപ്പെടുക. യേശു അധികാരിക്ക് വിധേയപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്തത്. ഇന്ന് അധികാരികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അധികാരികളെ ധിക്കരിച്ചുകൊണ്ട്, അധികാരികൾ പറയുന്നത് അനുസരിക്കാതെ കൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന നേതാക്കന്മാരും അണികളും ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അണികൾ അധികാരികളെ, ആരാണ് അധികാരി? സഭയിലെ പരമപ്രധാനമായ അധികാരി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പകരക്കാരനായ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ എന്ന് പറയുന്ന അധികാരിക്ക് മെത്രാൻ തിരുസംഘം, മെത്രാന്മാർ വിധേയപ്പെടണം. ആ മെത്രാന്മാർക്ക് വിധേയപ്പെടണം എല്ലാ വൈദികരും.
എല്ലാ വൈദികർക്കും വിധേയപ്പെട്ടു പോകണം മറ്റ് സമൂഹത്തിലുള്ള ഇടവക സമൂഹം. അങ്ങനെ വിധേയപ്പെട്ട അനുസരണത്തിൽ പോകുമ്പോഴാണ് സർവ്വനീതിയും പൂർത്തീകരിക്കപ്പെടുക. ഇവിടെ യേശു അതാണ് കാണിച്ചു കൊടുത്തത്. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ സ്നാനം കൊടുക്കുന്ന സാഹചര്യത്തിൻ്റെ അധികാരി യഥാർത്ഥത്തിൽ ആരാണ്? ഈ സ്നാനം കൊടുക്കുന്ന സാഹചര്യത്തിൻ്റെ അധികാരി മറ്റാരുമല്ല, യോഹന്നാനാണ്. യോഹന്നാനെ സ്നാനം കൊടുക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൻ്റെ അധികാരി യോഹന്നാനാണ്. അപ്പോൾ ആ യോഹന്നാന് വിധേയപ്പെട്ട് കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ യേശു ചെയ്തത്. അതാണ് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തെ കൂടാതെ ഒരു അധികാരവുമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ആയതിനാൽ അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കുന്നു. എല്ലാ അധികാരങ്ങളും ദൈവത്താൽ സ്ഥാപിതമാണ്. അങ്ങനെയെങ്കിൽ ഈ സ്നാനം കൊടുക്കുന്ന സാഹചര്യത്തിൻ്റെ അധികാരി ആരാണ്? ദൈവത്താൽ സ്ഥാപിതമായ ഒരു അധികാരിയാണ് സ്നാപയോഹന്നാൻ. അപ്പോൾ ആ സ്നാപയോഹന്നാൻ സ്നാനം കൊടുക്കുന്ന സാഹചര്യത്തിൻ്റെ അധികാരിയുടെ മുമ്പിൽ 100% മാനുഷികവും 100% മനുഷ്യനും 100% ദൈവവുമായ യേശു ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അധികാരിക്ക് വിധേയപ്പെട്ടുകൊണ്ട് സ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ വിധേയപ്പെടുമ്പോഴാണ് ആത്മാവിൻ്റെ ചൈതന്യം ഒരു വ്യക്തിയിലേക്ക് ഒഴുകുന്നത്. ഈ സമയത്താണ്, അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് തുടർന്ന് വചനത്തിൽ എഴുതി വച്ചേക്കുക. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരവുമുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടണമെങ്കിൽ നാമും അധികാരത്തിന് വിധേയപ്പെടണം. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ ആ അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജ്ഞാനസ്നാന സാഹചര്യത്തിൻ്റെ അധികാരിയായ സ്നാപയോഹന്നാന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട് സ്നാനം സ്വീകരിച്ച സാഹചര്യത്തിൽ സ്വർഗം തുറന്ന പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അധികാരത്തിന് വിധേയപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിലേക്ക് ഒഴുകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. എളിമയെന്ന പുണ്യം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.